ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അപ്പുക്കുട്ടൻ്റെ ലഞ്ച് ബോക്സിൽ എന്താണെന്ന് കാണാമേ. ഇത് നമ്മുടെ ബസ്മതി റൈസ് തന്നെ. അതിനകത്ത് കുറച്ച് ബീൻസും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയിട്ട് നെയ്ക്കകത്തൊന്ന് ഫ്രൈഡ് റൈസ് പോലെ ആക്കിയെടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുട്ട പൊരിച്ചതും ബീൻസ് തന്നെ കുറച്ച് മെഴുക്ക് പുരട്ടി പോലെ ആക്കിയതും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഷോർട്ട്സ് എടുത്തത് കിട്ടിയില്ല. പിന്നെ സലാഡ് വെച്ചിട്ടുണ്ട്, കുക്കുംബറും കുറച്ച് ഉള്ളിയും കൂടി ഇട്ട സലാഡ്. പിന്നെ സ്നാക്സിനായിട്ട് കുക്കീസും ആൽമണ്ട് തലേന്ന് വെള്ളത്തിൽ കുതിർത്തതും പിന്നെ വേറൊരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ഇതും കൂടി കൊടുത്തു വിടുന്നുണ്ട്. കാരണം അപ്പുക്കുട്ടൻ സെക്കൻഡ് ട്രിപ്പിലാണ് വരുന്നത്. അപ്പോഴും വിശന്നാലോ എന്ന് വിചാരിച്ചാണ് അതും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായിരുന്നു, അതൊക്കെ കഴിച്ച് എന്നത്തെയും പോലെ ലഞ്ച് ബാഗൊക്കെ എടുത്ത് അപ്പുക്കുട്ടനെ ഞാനും ബസ് കയറുന്ന അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണേ. ഇത് പാലിനി അപ്പുക്കുട്ടനെ ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരാൻ വരെ എടുത്ത് അകത്ത് വെക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പോവുക, നടന്ന് പോവുക. ഞാൻ പറഞ്ഞു നമുക്കിതേപോലെ ഒരുമിച്ച് നടക്കുന്ന ഇത് എടുക്കാമെന്ന്. അങ്ങനെ അപ്പുക്കുട്ടൻ അതിനനുസരിച്ച് നടക്കുവാണേ. അപ്പുക്കുട്ടൻ ഈ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിരുന്ന് കാണും. എൻ്റെ അടുത്ത് പറയും കാണിച്ചു എന്ന് പറയും. എന്നിട്ട് അതിരുന്ന് ഇങ്ങനെ കാണും കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ നടന്നാൽ മതി മെയിൻ റോഡ്, അതായത് അപ്പുവിനെ ബസ് കയറ്റി വിടുന്ന സ്ഥലത്തേക്ക് എത്താൻ. അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോസൊന്നും എടുക്കത്തില്ല. അപ്പോഴേ ഫോൺ ഓഫ് ചെയ്തിരിക്കും. കാരണം അപ്പു ഫോണ് വണ്ടിയൊക്കെ വരുന്നുണ്ട്, മാനേജ് ചെയ്യാൻ പാടായിരിക്കും. തിരിച്ച് ഞാൻ പെട്ടെന്ന് നടന്ന് പോകുന്നുണ്ട്. കാരണം ചെന്നിട്ട് ഇനി കറി വെക്കണം. ചോറിന് വെള്ളം വെച്ചിട്ടാണ് വന്ന അരിയും കൂടി ഇടണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് നടന്ന് പോവുകയാണ്. മീൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്ത് ആക്കിയ മീനാണ് മേടിച്ചത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പുളിയും മുളകും പോലെ വെക്കാമെന്ന് വിചാരിച്ചേ. എന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉള്ളി, അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം മിക്സിയിലിട്ട് അരച്ച് ഇതെല്ലാം ചേർത്തങ്ങ് വെക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.